എത്രയോ പേരുണ്ട്, കൂലിപ്പണിക്ക് പോകുന്ന എത്രയോ ഉപ്പമാരുണ്ട്. എങ്ങനെയാണ് നമുക്ക് അവർ ഉണ്ണാനും മുടുക്കാനും കൊണ്ടു തരുന്നത് എന്ന് ഈ പറയുന്ന ഉമ്മമാര് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഉപ്പമാരുടെ കയ്യൊക്കെ ഒന്നിങ്ങനെ തൊട്ട് നോക്കുക, ഇടക്ക് തഴമ്പ് ഒരു ഒര ഉണ്ടാവും. എന്താ പറയാന്നറിയോ? അത് ആണുങ്ങളെ കൈ പൊതുവേ അങ്ങനെയാണ് അല്ലേ, ഒരു ഒര ഉണ്ടാവും. അതല്ല, നമുക്ക് ഉണ്ണാനും മുടുക്കാനും തന്നതിന്റെ അടയാളമാണത്. ഉമ്മമാർക്ക് നമ്മുടെ ഓരോ അധ്വാനത്തിനെ കുറിച്ച് ഓരോ ഉമ്മ മാതാവ് എങ്ങനെയാണ് ഗർഭം ചുമക്കുന്നതെന്നും പ്രസവിക്കുന്നതെന്നും ഘോരഘോരം പ്രസംഗിച്ചും പറഞ്ഞു തരാനും സമൂഹം ഇവിടെ ഉണ്ട്. എവിടെയെങ്കിലും നമ്മുടെ ഉപ്പമാരുടെ അധ്വാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാപ്പമാരുടെ മുടിയൊക്കെ ഇങ്ങനെ കഷണ്ടിയായിട്ട് കാണാം അല്ലേ? അതെന്താ കാരണം എന്നറിയോ? ഞാൻ മനസ്സിലാക്കിയത് ശരിയാണ് എന്നുണ്ടെങ്കിൽ അത് വെള്ളം മാറിയതൊന്നുമല്ല, മുടി കുഴിച്ചിൽ വന്നതല്ല, ടെൻഷൻ വന്നിട്ട് മുടി കുഴിഞ്ഞു പോയതാണ്. നമ്മൾ പെണ്ണുങ്ങൾക്ക് കുറെ കെടുങ്ങേർ വന്നാൽ കുറെ കരഞ്ഞു തീരും അല്ലേ? ഞാനുണ്ട് മാപ്പിളയും പിന്നെ ഞാൻ ചെറിയൊരു സൗന്ദര്യപ്പണക്കുണ്ടായിരുന്നു, ഞാൻ കുറേ കരഞ്ഞു അടുക്കളയിൽ പോയിട്ട്. ഇവിടെയൊക്കെ എന്തോ ഒരു പിന്നെ വിഷയം നിസാരായിരിക്കും കേട്ടോ, എന്തോ ഞാൻ പറഞ്ഞ കാര്യം മൂപ്പരെന്തോ ഗൗനിച്ചില്ല എന്നുള്ളതാണ് വിഷയം. പക്ഷെ കുറച്ചങ്ങോട്ട് കരഞ്ഞപ്പോൾ എനിക്ക് സമാധാനം. പക്ഷേ ഉമ്മമാരും കരയണ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഉപ്പൊന്നും ഒച്ചട്ടതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും പേരിൽ ഉമ്മമാര് കരയണ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെ വാപ്പമാര് കരയണ നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ പറയുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാരും, നിങ്ങൾക്കും സ്വന്തമായിട്ട് ഉപ്പമാരില്ലേ, അവർ കരയുന്ന നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ടാവും, മുറി അടച്ചു പിടിച്ചിട്ട് അല്ലെങ്കിൽ വാതിലൊന്ന് അടച്ചു കുറ്റിയിട്ട്. പക്ഷെ നമ്മളത് കാണില്ല. അവരുടെ കണ്ണീർ, അവരവരുടെ ഇടങ്ങേറ് അങ്ങനെ കരഞ്ഞു തീർക്കില്ല. അതുകൊണ്ടാ കുറെ മുടികൊഴിച്ചിലും മറ്റും ഉണ്ടാവുന്നത്. ഞാൻ കേട്ടെടുത്തോളം ഈ ആണുങ്ങൾക്ക് ഞാൻ പിന്നെയും പറഞ്ഞു, ചിലപ്പോൾ എൻ്റെ അറിവ് തെറ്റായിരിക്കാം, ഞാൻ കേട്ടെടുത്തോളം ഈ ആണുങ്ങൾക്കുള്ള അത്ര അറ്റാക്ക് പോലെയുള്ള രോഗങ്ങൾ പെണ്ണുങ്ങൾക്ക് വല്ലാതെ വരണില്ല. കാരണം എന്താ? വിഷമം അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ അടുക്കി വെക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ ഞാൻ എൻ്റെ അയൽവാസിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു തുണി തുന്നിക്കാൻ വേണ്ടി പോയതാ. അപ്പം ഞാൻ എന്തോ ഒന്ന് ചോദിച്ചത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അവർ പറഞ്ഞ മറുപടി ഇതാ, എന്താ താത്ത കാട്ടുക? അവരെന്നെ താത്ത നട്ട് വിളിക്കും. സത്യത്തിൽ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല, ഒരു 4 കുട്ടികളുമ്മയാണ്, എന്നാലും എന്നെ വിളിച്ചത് താത്താതാണ്. എന്താ താത്ത കാട്ടുക എന്നറിയില്ല, സ്കൂളൊക്കെ തുറക്കാനായില്ലേ, 5 കുട്ടികൾക്ക് ബുക്ക് വാങ്ങണം, പൊതി വാങ്ങണം, ഡ്രസ്സ് വാങ്ങണം. ഇന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്, ഞാനടങ്ങുന്ന 5 കുടുംബത്തിനെ എൻ്റെ ഉപ്പ എങ്ങനെയായിരിക്കും നോക്കിയിട്ടുണ്ടാവുക എന്നുള്ളത്. നമ്മൾ സത്യത്തിൽ അത് ചിന്തിക്കുന്നില്ല. ഉമ്മമാർ എത്ര പേര് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ കുട്ടി ഒന്നിനും ബുദ്ധിമുട്ടരുത്, അവരെന്ത് പറഞ്ഞാലും ഞാൻ അത് വാങ്ങിക്കൊടുക്കണം അല്ലേ? ഈ വാപ്പമാർ എത്ര അധ്വാനിച്ചിട്ടാണ് അത് കൊണ്ടു കൊടുക്കുന്നത്. നമ്മൾ ഓരോ ഉമ്മയെങ്കിലും നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ടോ, ഉപ്പ വരൂ കേട്ടോ, ഇപ്പൊ വൈകുന്നേരം കയറി വരുമ്പോ ഇപ്പൊ പറയണ ഒന്ന് കേട്ടോണ്ട്. ചിലപ്പോൾ പറയും, ഒന്ന് ഈ പേഴ്സ് എടുത്തന്നാ, അല്ലെങ്കിൽ ആ പേഴ്സ് അവിടെ വെച്ചാൽ ആ തോർത്തെടുത്താ. കേൾക്കാൻ മക്കൾക്ക് മടിയാ അല്ലേ? നോക്കാം, ഒന്ന് പോയി എടുത്തെടുത്താ അല്ലേ?